നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ BJP വലിയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കം BJP തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം മുൻ IPS ഉദ്യോഗസ്ഥ R. ശ്രീലേഖയെ പോലുള്ള ആളുകളെയും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കാനുള്ള നീക്കം BJP തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 100-ലധികം 110ഓളം വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇപ്പോൾ നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. പ്രധാന പ്രതിപക്ഷം BJP ആണ്. കോൺഗ്രസിന് കഷ്ടിച്ച് 10-ലധികം സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്നാണ് CPM-ഉം BJP-യും പറയുന്നത്. CPM-ഉം BJP-യും തമ്മിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റുമുട്ടൽ എന്ന് ഈ രണ്ട് പാർട്ടികളും തുറന്നു പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികൾക്കും പ്രസ്റ്റീജ് വിഷയമാണ് തിരുവനന്തപുരം നഗരസഭ. ഒന്നാമത് തിരുവനന്തപുരം എന്നത് തലസ്ഥാന നഗരിയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ ആര് ഭരിക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. V. മുരളീധരനെ പോലെയുള്ള പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കി നഗരസഭ പിടിച്ചെടുക്കാമെന്നുള്ള തന്ത്രവുമായി BJP ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസും ചില പ്രധാനപ്പെട്ട നേതാക്കളെ രംഗത്തിറക്കി നഗരസഭ പിടിക്കാനുള്ള നീക്കങ്ങളെല്ലാം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതൊന്നും അത്രയ്ക്ക് മുന്നോട്ട് പോയിട്ടില്ല. കാരണം കോൺഗ്രസിലെ നേതാക്കൾക്കാർക്കും അങ്ങനെ കോർപ്പറേഷനിൽ നിന്ന് ജയിച്ച് മേയറാകാനൊന്നും ആഗ്രഹമില്ല. അവർക്ക് നിയമസഭയും പാർലമെൻറ്റും മാത്രമാണ് താല്പര്യം. T. ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള ആളുകളെ രംഗത്തിറങ്ങി കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയെടുക്കാനുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിലും പ്രചാരണ പരിപാടികൾക്ക് തങ്ങൾ നേതൃത്വം നൽകാം, പക്ഷേ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനൊന്നും തങ്ങളെ കിട്ടില്ല എന്നുള്ള നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേർന്നത്. K. മുരളീധരനാണ് അവിടുത്തെ ചുമതല. തിരുവനന്തപുരം നഗരസഭയിലെ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കോൺഗ്രസിൽ K. മുരളീധരനാണ്. പിന്നെ T. ശരത്ചന്ദ്രപ്രസാദിനെയും പോലുള്ള ചില സീനിയർ നേതാക്കൾ മുരളീധരന് സഹായമായി ഉണ്ട്. ഏതായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നേതാക്കൾക്കാർക്കും VS ശിവകുമാറിനെ പോലുള്ള നേതാക്കളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് ഈ നഗരസഭ പിടിക്കാനൊക്കെ നോക്കിയെങ്കിലും ശിവകുമാറിനും നഗരസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. കാരണം ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ വെറും കൗൺസിലറായി ഇരിക്കേണ്ടി വരും. അതിലും ഭേദം നിയമസഭയിലേക്ക് മത്സരിച്ച് ഭരണം കിട്ടിയില്ലെങ്കിലും MLA ആയിട്ടിരിക്കാമല്ലോ എന്നുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് ശിവകുമാറിനെ പോലുള്ളവർ പ്രകടിപ്പിക്കുന്നത്. അതേസമയം V. മുരളീധരൻ ഏറെക്കുറെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെ സൂചന നൽകി കഴിഞ്ഞു. കാരണം അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ വയ്ക്കുന്നത് തിരുവനന്തപുരം നഗരസഭ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ വളരെയധികം വാർഡുകൾ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതും മറ്റൊരു ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം തന്നെയാണെങ്കിലും ആദ്യം കൗൺസിലറായി നിന്ന് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജയിച്ച് അവിടെ BJPക്ക് ഭരണം കിട്ടുമ്പോൾ മേയർ എന്നുള്ള രീതിയിൽ കഴക്കൂട്ടത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് V. മുരളീധരൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു വർത്തമാനം BJPക്കുള്ളിലുണ്ട്. ഏതായാലും BJP ഇത്തരം സർവശക്തരായ നേതാക്കളെ രംഗത്തിറക്കുമ്പോൾ CPM ആകട്ടെ അവർക്ക് നിലവിൽ അവർക്ക് വളരെ കൃത്യമായ സംഘടന അടിത്തറയും നേതൃത്വമൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേതാക്കളാരെയും ആരെയും ഉയർത്തി കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ കരുത്തരായ പ്രഗത്ഭരായ നേതാക്കൾ CPM-നുള്ളിൽ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പത്തെ തലവേദനയല്ല. BJPക്ക് പുതിയൊരു ആത്മവിശ്വാസമുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് ആരെയാണ് ഇങ്ങനെ ഉയർത്തി കാട്ടേണ്ടതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് കുറച്ചധികം ഡിവിഷനുകൾ നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ BJP ആകട്ടെ V. മുരളീധരനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. V. മുരളീധരനെ ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചേക്കാം.